പതുക്കെ പതുക്കെ, പയ്യെ പയ്യെ പയ്യെ. ഉപകഥകൾ പഠിച്ച് പഠിച്ച് പഠിച്ച്, പുരാണം പഠിച്ച് 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 വേദാന്തത്തിലേക്ക് എത്തും പ്രകാരത്തിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇതൊക്കെ നമുക്കൊരു ഉപമയാണ്. അമ്മ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളുടെ പൂർവ്വ ഋഷീശ്വരന്മാരും നമ്മളെ പഠിപ്പിച്ചത്. കുഞ്ഞി കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വലിയ മഹാകാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും. ഒറ്റയടിക്ക് മഹാവാക്യം കേട്ട് അതിൻ്റെ പുറകെ പോകരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് എട്ടെണ്ണം കൂടി ചെയ്യാം. അപ്പോൾ ഇടത് കാല് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഏത് കൈയാണ് മുമ്പിൽ വന്നിട്ടുള്ളത്? വലത്തെ കൈ അടിയിൽ വന്നു അല്ലേ. അപ്പോൾ നേരെ തിരിച്ചു വെക്കാം. കാരണം നമുക്ക് ഇടവും വലവും മുന്നും പിന്നും എല്ലാം ഒരേപോലെയാണ്. അഘോരാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഘോരമായിട്ടൊന്നുമില്ല, എല്ലാം ശിവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തലത്തിലേക്ക് എത്തണം. ചെവി പിടിക്കുമ്പോൾ ഈ തട്ട് തന്നെ പിടിക്കണം. സിദ്ധിയും ബുദ്ധിയും പിടിച്ചു. ഇത് ഗണേശ 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 ഗണേശ